മേഘാലയയിൽ മധുവിധുവിന് നവവരനെ ഭാര്യ കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതക വിവരം പുറത്ത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രുതി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രുതി, നാടിനെയൊക്കെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. മധുവിധുവിന് പോയി കൂട്ടുകാർക്കൊപ്പം കൊട്ടേഷൻ നൽകി വാടക തൊഴിലാളികൾക്ക് പണം നൽകിയായിരുന്നു ഈ രഘുവംശിയെ സോനം രഘുവംശി കൊന്നത് എന്ന വിശദാംശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് അതിലുള്ളത്? വിനിഷ, ഈ കൊലപാതകത്തിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ കേസ് അന്വേഷിക്കുന്നത് മഹാരാഷ്ട്രയിലെയും മേഘാലയയിലെയും പോലീസും ചേർന്നാണ്. ഇവർ 6 മണിക്കൂർ നീണ്ട ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് കൊട്ടേഷൻ സംഘത്തെ തീരുമാനിക്കുന്നതും ശേഷം ഏത് രീതിയിലാണ് കൊലപാതകം നടക്കേണ്ടതെന്നുമെല്ലാം ആസൂത്രണം ചെയ്യുന്നത്. ആദ്യം അസമിലേക്കും മേഘാലയയിലേക്കുമുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്തത് സോനം തന്നെയായിരുന്നു. താല്പര്യമില്ലാത്ത ഭർത്താവിനെ നിർബന്ധിച്ച് ഹണിമൂണിന് കൊണ്ടുപോകാൻ തീരുമാനിച്ചതും സോന തന്നെയായിരുന്നു. മാത്രമല്ല, ഈ കൊട്ടേഷൻ സംഘം ആദ്യം എത്തിയത് ഇൻഡോറിലാണ്. ഇൻഡോറിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിച്ചതിന് ശേഷം അവർ മേഘാലയയിലേക്ക് പുറപ്പെടുകയായിരുന്നു. ഇതിൽ പ്രധാനമായിട്ട് ഈ സോനത്തിലേക്ക് എത്തിയത് ഒരു പ്രാദേശിക ഗൈഡിൻ്റെ മൊഴിയാണ്. അദ്ദേഹം ഈ സംഭവ സമയത്ത് അല്ലെങ്കിൽ ഈ പ്രതികൾക്കൊപ്പം ഈ യുവതിയെ കണ്ടു എന്ന അവരുടെ മൊഴിയാണ് ഈ യുവതിയിലേക്ക് അന്വേഷണം എത്തിച്ചത്. മാത്രമല്ല, ഇവർ കൊലപാതകം ചെയ്യുന്ന സമയത്ത് ഈ പ്രതികൾക്കൊപ്പം ഈ യുവതി ഉണ്ടായിരുന്നു. ഇതിലെ മുഖ്യ ആസൂത്രക എന്ന് പറയുന്നത് ഈ യുവതി തന്നെയാണ്. ഈ കാട്ടിനുള്ളിൽ ഈ യുവാവിനെ കൊല്ലപ്പെട്ട രാജ രഘുവംശിയെ എത്തിച്ചതു മുതൽ അയാളെ കൊല്ലാൻ ഈ കൊട്ടേഷൻ സംഘം നിൽക്കുന്നത് വരെ ഇവർ നോക്കി നിന്നു എന്നാണ് പോലീസ് നൽകുന്ന മൊഴി. ശരി, ശ്രുതിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.